തുടങ്ങിയിട്ട് മിക്ക ദിവസങ്ങളിൽ ഇറച്ചിയും മുട്ടയും ഒക്കെ കൊണ്ടുള്ള സ്നാക്സുകളായിരുന്നു കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്കിതാ ഉള്ളി കൊണ്ട് നല്ല അടിപൊളി ഒരു ഉള്ളിവട, അതും എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നോമ്പ് സമയങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് പാചകം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഉള്ളിവട ഉണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ, എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഒരുപാട് വലിയ ഭാരിച്ച പണികളൊന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എല്ലാവരും ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ എന്താ ഒന്ന് ഷെയർ ചെയ്യുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ എന്താ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അത് ഇതുപോലെ ഞാൻ കൊത്തി അരിഞ്ഞതാ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞായിട്ട് വളരെ നൈസായിട്ട് അരിയുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തപ്പം 3 എടുത്തെങ്കിലും നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനത് ഒന്നും പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതും വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഞെരടി അതിനകത്തുനിന്നൊരു വെള്ളമൊക്കെ വരും, ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ തൈരാണ് ഇതിനകത്ത് മെയിൻ സാധനമേ. 2 സ്പൂൺ തൈര് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ കൈ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോരാത്തത് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആകാത്ത രീതിയിൽ നല്ല പോലെ കുഴച്ച് നല്ല അയച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ കുറേ വെള്ളം കോരി ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം. കാരണം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ നല്ല ഹാർഡായി പോകും ഉള്ളിവട. അങ്ങനെ കൈ ഉപയോഗിച്ച് മാക്സിമം ടൈം കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും കൈ ഉപയോഗിച്ച് നല്ലപോലെ കുഴയ്ക്കുക കേട്ടോ. സ്പൂൺ ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ മയം കിട്ടത്തില്ല, കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് മാറ്റി വെക്കാം. കുഴച്ച് വെച്ച ഉടനെ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല തിളച്ച എണ്ണയിലോട്ട് കുറേശ്ശെ മാവ് കോരിയിട്ടങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. ചില സമയങ്ങളിൽ ഇത് ഒരുപാട് അങ്ങനെ പൊങ്ങി വരാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് മൈദാടയോ അല്ലെങ്കിൽ തൈരിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ, അടിപൊളിയാണ്. അത് പൊങ്ങി വന്നില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. കൂട്ടത്തിൽ ഞാൻ നല്ല ചിക്കൻ ബോണ്ടായും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നല്ല അടിപൊളി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. കൂടെ മുക്കി കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.